ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനു വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഫേൺ പ്ലാന്റ് ആണ്. ഫേൺ ചെടികൾ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് ഫേൺ ചെടികൾ. അപ്പോൾ അതിലും രസകരമായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഫേൺ ചെടികളിൽ കിളികൾ കൂടുകൂട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ ഈ ഫേൺ പ്ലാന്റിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു കൂടാണിത്. ഇന്നൊക്കെ കിളി വിരിഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. ഇപ്പോൾ നമ്മൾ ഇത് ഒന്ന് മഴയത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഫേൺ പ്ലാന്റ് ഷെയ്ഡിലായിരുന്നു. അതേപോലെ ഈ ഒരു പോട്ടിലും ഉണ്ട് അതേപോലെ ഒരു കിളിക്കൂട്. ഇപ്പോൾ അതിൻ്റെ മുന്നേ ഉണ്ടാക്കിയ കൂടായിരുന്നു. ഈ കൂട് ഏകദേശം കേടായി നശിച്ചു പോയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കിളി കൂട് കൂട്ടിയിട്ട് ഏകദേശം 6 മാസത്തോളമായി. വിരിഞ്ഞ് പോയതിനു ശേഷം പിന്നീട് കൂട് ഇതിൽ കൂട്ടിയിട്ടില്ല. അതിന് ശേഷം നമ്മൾ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്, മഴയൊക്കെ ഒന്ന് കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ്. ഇനിയും വരുന്നാണ് വിചാരിക്കുന്നത്. ചെറിയ കിളിയാണ്, ചെറിയൊരു 2 കിളികൾ. ഫേൺ നമുക്ക് വളർത്താൻ വളരെ ഈസിയാണ്. ഇതിൻ്റെ നല്ലൊരു ഗ്രീൻ ടച്ച് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇടയ്ക്ക് വെയിലത്തേക്കും ഇതേപോലെ മഴയത്തേക്കും ഒന്ന് എടുത്ത് വയ്ക്കുന്നത്. ഷെയ്ഡിലാണ് വളരുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്രീൻ ടച്ച് കുറവായിരിക്കും. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് ഗ്രീൻ ആയിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ചയോളം നമ്മൾ ഇതേപോലെ പുറത്തെടുത്ത് ഹാങ്ങിങ് ആയിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ സൺഷെയ്ഡിൻ്റെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പം അത്യാവശ്യം നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ഫേൺ പ്ലാന്റ് നല്ല ലീഫുകളൊക്കെ നല്ല കളറായിരിക്കും. തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. ഇതിൻ്റെ മുന്നേ നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇതേപോലെ കുറേ വള്ളികളായിട്ട് അതിൻ്റെ വേരുകളൊക്കെ ഹാങ്ങിങ് ആയിട്ട് താഴേക്ക് വരും. അതിൽ നിറയെ തൈകളുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ റീപോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിലും നിറയെ തൈകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ചുവട്ടിലൊക്കെ വേരുകൾ നിറയെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാവും, കുറേ തൈകൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഈ പോട്ടിൻ്റെ ഒരു ഭാഗം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ തൈകൾ നിറയെ വളർന്ന് പറ്റിപ്പിടിച്ച് വളർന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇതേപോലെ നല്ല ബുഷിയായിട്ട് വളരുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ കളർ തന്നെയാണ് അതിന് അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ഇപ്പം 3 വെറൈറ്റി ആയിട്ടുള്ള ഫേൺ ചെടികളാണ്. അല്ലാത്ത നമുക്ക് പുറമേ നിന്ന് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ കാണുന്ന ഫേൺ ചെടികളൊക്കെ നമുക്ക് ഈ രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ഹാങ്ങിങ് ആയാലും അല്ലാതെ ചട്ടികളിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റികൾ തന്നെയാണ്. അപ്പം അതിൻ്റെ പോട്ടിൻ്റെ ഭംഗിയും അതേപോലെ നമ്മൾ കെയർ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് കാണാൻ നല്ല ഒരു വെറൈറ്റി ആയിട്ട് മാറുന്നൊരു പ്ലാന്റും കൂടിയാണ് ഈ ഫേൺ ചെടികൾ. വേനലായ സമയത്ത് ഇതിൻ്റെ വേരുകളൊക്കെ ഒന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പുള്ള ഏരിയയിലാണ് ഈ പ്ലാന്റുകളൊക്കെ വെച്ച് കൊടുക്കേണ്ടത്. അധികം ചൂടായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നിറയെ വേരുകൾ, ചുവട്ടിൽ വേരുകളുണ്ടാവും. ആ വേരുകൾ ഉണങ്ങിപ്പോകാനും അതേപോലെ ഇലകളൊക്കെ മഞ്ഞ നിറത്തിലേക്ക് ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലൊരു തണുപ്പുള്ള ഏരിയയിൽ എപ്പോഴും ഈ ഫേൺ ചെടികൾ വെക്കാൻ നോക്കുക. നമ്മുടെ ഗാർഡനിൽ ഏത് ഭാഗത്താണോ അത്യാവശ്യം നല്ല തണലും എന്നാൽ നല്ല വെളിച്ചം, സൂര്യപ്രകാശം അത്യാവശ്യം വെളിച്ചം കിട്ടുന്ന ഏരിയയിലും നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ ഫേൺ ചെടികൾ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എങ്ങനെ നമുക്ക് പോട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഏകദേശം 1 മാസം മുന്നേ പോട്ട് ചെയ്തിട്ടുള്ളൊരു പ്ലാന്റാണിത്. ചെറിയ തൈ നമ്മൾ വെച്ച് കൊടുത്താണ്. ഇപ്പോൾ 2-3 ലീഫുകളൊക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഫേൺ പ്ലാന്റ് ഒരു വെറൈറ്റിയാണ്. ഇതും നമ്മൾ നിലത്ത് ചട്ടികളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് ഹാങ് ആയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. പെട്ടെന്ന് തന്നെ നിറയെ തൈകളൊക്കെ ഉണ്ടാവും. നമ്മുടെ പോട്ടിൽ നല്ല ബുഷിയായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. തികച്ചും ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആണിത്. ഇത് നമ്മൾ ഹാങ്ങിങ് പോട്ടിൽ വെച്ച് കൊടുത്തതാണ്. ചട്ടിയിൽ കുറച്ച് തൈകളുണ്ട്. നേരത്തെ കണ്ട വെറൈറ്റി തന്നെയാണ്. ഈ തൈകൾ നമുക്ക് ഒരു പോട്ടിൽ വെച്ച് കൊടുക്കുന്നത് എങ്ങനെ നോക്കാം. ഇതാണ് നമ്മുടെ പോട്ട്. കുറച്ച് പോട്ടി മിക്സ് ഉണ്ട്. ഇത് നമ്മുടെ മണ്ണും കുറച്ച് ചാണകപ്പൊടി, കറുത്ത മണ്ണ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ്. ഇനി ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ കരിയിലകളൊക്കെ ഉണങ്ങിയിട്ടുള്ള കറുത്ത മണ്ണായാലും മതി. ആ ഒരു മണ്ണിൽ നമ്മൾ ഈ ചെടി നട്ടു കൊടുക്കുന്നു. നമ്മൾ ചെടി നമ്മൾ പോട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. കുറേ തൈകളുണ്ട്. നമുക്ക് പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ വെച്ചതിന് ശേഷം കുറച്ചൊന്ന് മണ്ണിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു ഇതേപോലെ ഇത് ഹാങ് ചെയ്യാനുള്ളതാണ്.
ഇതിലേക്ക് ഹാങ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫേൺ പോട്ടിങ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മറ്റ് ചെടികളെ കൂടെ തന്നെ. ഇതിൽ നമ്മൾ മണ്ണ് ഏകദേശം കാൽഭാഗത്തോളം നിറച്ചിട്ടുള്ളൂ. പിന്നീട് നമുക്ക് പോട്ടിംഗ് മിക്സ്, കുറച്ച് ചാണകപ്പൊടി, മണ്ണൊക്കെ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഫേണിൻ്റെ വെറൈറ്റിയാണ് പരിചയപ്പെട്ടത്. നമ്മളെ ഗാർഡനിലൊക്കെ ഫേണുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത്തരത്തിൽ വാങ്ങിക്കുന്ന സമയത്ത് ഈ രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.